ഛത്തീസ്ഗഡിലെ ബലോദ ബസാറിലെ ബലുഗോണ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 29, 2020 രാമായൺ പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു. അയാൾ ആകെപ്പാടെ പകച്ചിട്ടുണ്ടായിരുന്നു, ആളാകെ പാനിക്കായിരുന്നു. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇയാളെ കണ്ട പോലീസുകാർ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ സിസ്റ്ററിൻ്റെ മകളെ ആരോ കൊലപ്പെടുത്തി നദിക്കരയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് അയാൾ വിറച്ചുകൊണ്ട് പറയുകയായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി പോവുകയായിരുന്നു. അപ്പോഴത്തേനും അവിടെ ആളുകളെല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസുകാരങ്ങനെ ആ ഒരു ഏരിയ അണ്ടർ കൺട്രോളിലോട്ട് കൊണ്ടുവന്നു. മഹാനദി എന്ന് പറയുന്ന ആ ഒരു നദിക്കരയിൽ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു കുറ്റിക്കാട് പോലുള്ള ഒരു ഏരിയയിലായിരുന്നു ആ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ടായത്. ഈ ബലുഗോണ വില്ലേജിന്റെ ഔട്ടറിൽ കുറച്ച് മാറിയിട്ടായിരുന്നു ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. പോലീസുകാർ അങ്ങോട്ട് ചെന്ന് ആ ഒരു ബോഡിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ബോഡി ഫുൾ നേക്കഡ് ആയിരുന്നു. രാമായൺ പട്ടേലിന്റെ ചേച്ചിയുടെ മകളായിട്ടുള്ള 35 വയസ്സ് മാത്രം പ്രായമുള്ള അനുപംബായ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു ആ ഒരു മൃതദേഹം. പോലീസുകാർ നോക്കുന്ന സമയത്ത് അവർക്ക് പ്രാഥമികമായിട്ട് വലിയ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. എന്തോ ഒരു ബ്ലണ്ടായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ആ സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്, അതായത് മൾട്ടിപ്പിൾ ടൈംസ് തലക്കടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അവരങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയിട്ട് ഒരു മരക്കട്ട കിടക്കുന്നത് കണ്ടു. ആ ഒരു മരക്കട്ടയുമ്പോൾ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു മരക്കട്ടയായിരിക്കാം മേർഡർ വെപ്പൺ എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടന്നിടത്തുനിന്ന് കുറച്ച് മാറിയിട്ട് ആ സ്ത്രീയുടെ ഡ്രസ്സുകളും മറ്റും കിടക്കുന്നതും പോലീസുകാർ ശ്രദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മൃതദേഹം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ചില തെളിവുകളും മറ്റും അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ആരോ റേപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ അനുപംബായ്ക്ക് എന്താണ് സംഭവിച്ചത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ആരാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തത്? പോലീസുകാർ ആളെ കണ്ടെത്തിയോ ഇല്ലയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ അന്വേഷണം ആരംഭിച്ചു. സംശയമുള്ള എല്ലാവരെയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ഒരു അനുപംബായുടെ ഫാമിലി മെമ്പേഴ്സിനെ, ഫ്രണ്ട്സിനെ, അവരുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചില്ല. അതിനുശേഷം പോലീസുകാർ ഈ സിമിലർ ആയിട്ടുള്ള ക്രൈംസിൽ അകത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ തെരഞ്ഞു പിടിച്ചിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം. ആ ഒരു ഏരിയയിലുള്ള, അതായത് റേപ്പ്, കിഡ്നാപ്പ്, അതേപോലുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ ആ ക്വസ്റ്റ്യനിങ് ഒന്നും തന്നെ ഒരു ലീഡിലോട്ടും എത്തിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങളായി, എന്തിനേറെ പറയുന്നു വർഷങ്ങൾ തന്നെ കഴിഞ്ഞു. അപ്പോഴത്തേനും ഈ ഒരു കേസിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാവരും തന്നെ മറന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു ഇൻസിഡൻറ്റ് അതേ ഗ്രാമത്തിൽ നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 13, 2023 അനുപംബായ് കൊല്ലപ്പെട്ടിട്ട് ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരുന്നത്. ഈ ബലുഗോണ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത്തിരി കാട് നിറഞ്ഞ ഏരിയ ഉണ്ട്. അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു അത്. പോലീസുകാർ നേരെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അപ്പോഴത്തേനും അവിടെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ആ ഒരു ഏരിയ മുഴുവൻ അവരുടെ കൺട്രോളിലാക്കി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഗൗരിബായ് യാദവ് എന്ന് പറയുന്ന 56 വയസ്സുകാരിയുടേതായിരുന്നു ആ ഒരു മൃതദേഹം. ആ മൃതദേഹവും പൂർണ്ണമായും നഗ്നമായുള്ള ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൽ പല സ്ഥലത്തും പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ റിലേറ്റീവ്സിനെയും മറ്റും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് തലേ ദിവസം ഒരു വർക്കിന് പോയതായിരുന്നു, എന്നാൽ പിന്നീട് വീട്ടിലോട്ട് തിരിച്ചെത്തിയില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതിനുശേഷം ഈവനിങ് ടൈം ആയപ്പോൾ സിസ്റ്ററിനെ കാണാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും ആ ഒരു സ്ത്രീയെ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു. എന്നാൽ അവർ എത്ര അന്വേഷിച്ചിട്ടും, രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും ആ ഒരു ഗൗരിബായിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഒരു രാവിലെ നേരം വെളുക്കുന്ന ആ ഒരു ടൈമിലാണ് ഇത്തരത്തിൽ ആ ഒരു ബോഡി അവിടെ കിടക്കുന്നതായിട്ട് അവർ കണ്ടെത്തുന്നതും അതിനുശേഷം ഉടനെ പോലീസിനെ വിവരം അറിയിക്കുന്നതും. പോലീസുകാർ നോക്കുമ്പോൾ ഈ ഒരു കേസിലും എന്തോ ബ്ലണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. മുഖത്ത്, തലയിൽ, അതേപോലെ തന്നെ കൈമല്, ദേഹത്തൊക്കെ ബ്ലഡിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ നോക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തായിട്ട് ഒരു കല്ലുംകട്ട അവർ കിടക്കുന്നത് കാണുകയാണ്. അതും ബ്ലഡിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. സോ അതായിരിക്കും മർഡർ വെപ്പൺ എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അങ്ങനെ പോലീസുകാർ നോക്കുമ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഈ സിമിലർ ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണത്.
ആദ്യത്തെ കൊലപാതകം നടന്നത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. അത് അനുപം ബായുടേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൗരിബായ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെയും കൊലപാതകം നടന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെ പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആയിരിക്കാം എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അങ്ങനെ പോലീസുകാർ റിലേറ്റീവ്സിനെയും എന്താ പറയുക സ്ത്രീയുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ ചെറിയൊരു മകളുണ്ടായിരുന്നു, ഒരു 10-11 വയസ്സ് മാത്രം പ്രായം കാണുള്ളൂ. ആ ഒരു കുട്ടിയെയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. ആ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ ഒരു സ്ത്രീ ഇടയ്ക്കിടെ ഒരാളെ കാണാനായിട്ട് ആ ഒരു കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാറുണ്ടായിരുന്നു. അത് ആരാണെന്ന് ആ ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവർ ആ ഒരു ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മേലോട്ട് വിരൽ ചൂണ്ടുകയായിരുന്നു. 32 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മേത്തോട്ടായിരുന്നു ആ ഒരു കുട്ടി വിരൽ ചൂണ്ടിയത്. കൊണ്ട എന്ന് വിളിക്കുന്ന തേജാറാം എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു അത്. അയാൾക്ക് ചെവി കേൾക്കുകയില്ല, അതേപോലെ തന്നെ സംസാരിക്കാനും പറ്റില്ല. ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഉള്ള ഒരാളാണ്. ആളുകൾക്ക് എല്ലാവർക്കും അയാളോട് സഹതാപമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ചെറിയ പൈസ കൊടുക്കും. ആ ഒരു പൈസ വെച്ചിട്ടായിരുന്നു അയാളിങ്ങനെ ജീവിച്ചു പോന്നിരുന്നത്. ആളുടെ വിവാഹവും കാര്യങ്ങളൊന്നും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളിങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ അവരവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സമാധാനപരമായിട്ട് പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെ പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പോലീസുകാർക്ക് ഡയറക്റ്റായിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം പോലീസുകാർക്ക് ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് സൈൻ ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അവർ അടുത്ത സിറ്റിയിൽ നിന്ന് ഈ ഒരു സൈൻ ലാംഗ്വേജിലും മറ്റും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരികയായിരുന്നു ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇയാൾ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഈ എന്താ പറയുക തേജാറാം ആൾക്കൊന്നും അറിയില്ല, താനല്ല ഇത് ചെയ്തത്, താനും ആ ഒരു സ്ത്രീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, തനിക്ക് ആ ഒരു സ്ത്രീയെ അറിയേയില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇയാളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ പോലീസുകാർ നോക്കുന്ന ടൈമിൽ ഈ ഒരു കൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ടവർ ലൊക്കേഷനിൽ ഇയാളുടെ ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവസാനം ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത് താനാണെന്നുള്ളത് ഇയാൾ സമ്മതിക്കുകയായിരുന്നു. തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ തൻ്റെ സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താൻ ചില സ്ത്രീകളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു പോന്നിരുന്നുവെന്ന് അയാൾ പറയുകയാണ്. മെയിൻലി അയാളുടെ ടാർഗറ്റ്സ് ആരൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രായമായിട്ടുള്ള സ്ത്രീകൾ, അതേപോലെ തന്നെ വിധവകൾ, അതേപോലെ എന്താ പറയുക ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, ഇവരൊക്കെ ആയിരുന്നു അയാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇയാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യും, സാമ്പത്തികമായിട്ട് അയാളെ കൊണ്ട് പറ്റുന്നത് പോലെ, പിന്നെ ബാക്കിയുള്ള രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു ഗൗരിബായുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക ഭയങ്കര ഒറ്റപ്പെടലല്ലായിരുന്നു. കാരണം അവരുടെ 2 ആൺമക്കളും വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരു ടൈമിൽ ഇവരുമായിട്ട് ഇയാൾ അടുത്തൊരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഇയാൾ പറയുന്ന അനുസരിച്ചിട്ട് ആ ഒരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് വേറൊരു രീതിയിലൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സമയത്ത് സെക്ഷലി അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ ഒപ്പോസ് ചെയ്തെന്നും അപ്പോൾ തനിക്ക് ദേഷ്യം വന്നെന്നും അതുകൊണ്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയെന്നും അതിനുശേഷം എന്താ പറയുക വലിച്ചിവിടെ കൊണ്ടുവന്നിട്ടതാണ് എന്നുള്ളൊരു തരത്തിലുമാണ് അയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. ആദ്യത്തെ അടിയിൽ ആ ഒരു സ്ത്രീയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ഒരു സ്ത്രീ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലോട്ട് പോയി ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ആളുകളോടൊക്കെ പറയുമെന്നുള്ളൊരു ഭയത്തിൽ ആ ഒരു സ്ത്രീയെ അടിച്ചയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ആ ഒരു കുറ്റിക്കാടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ബോഡി ഡിസ്പോസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇയാളുടെ മോഡ് ഓഫ് ഓപ്പറാൻഡ് പോലീസുകാർ നോക്കുമ്പോൾ ഇയാൾ ഒരു സ്ഥലത്ത് കൊലപ്പെടുത്തിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നിടലായിരുന്നു രീതി. അങ്ങനെ ഗൗരിബായ് യാദവിൻ്റെ കൊലപാതകം ഇയാൾ സമ്മതിച്ചതിന് ശേഷം പോലീസുകാർ അനുപം ബായുടെ കാര്യം ചോദിക്കുകയാണ്. ആ ഒരു ഗ്രാമത്തിൽ 3 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായി, അത് നീയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം തന്നെ അല്ല എന്ന് പറയുകയായിരുന്നു. എന്നാൽ അയാളെ വീണ്ടും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതും അയാൾ സമ്മതിക്കുകയായിരുന്നു. അവരുമായി വളരെ അടുത്തൊരു ബന്ധമായിരുന്നെന്നും സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നെന്നും ഒരു തവണ അവർ അബോട്ട് വരെ ചെയ്തതാണെന്നും അതിനുശേഷം പിന്നീട് പെട്ടെന്നൊരു ദിവസം അവർ ഇനിയൊരു ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, തൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. ആ ഒരു ദേഷ്യത്തിൽ അന്നത്തെ ദിവസം ആ ഒരു സ്ത്രീയെ അയാൾ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. കൊലപ്പെടുത്തിയതിന് ശേഷം ആ ഒരു നദിക്കരയിൽ കൊണ്ടുപോയി ആ ഒരു ബോഡി ഉപേക്ഷിച്ചിട്ട് അയാൾ കടന്നു കളയുകയായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അധികം മാറാതെ ആയിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്, അതായത് അതിനോട് അടുത്തായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ തന്നെ വളരെ കൂളായിട്ട് അയാൾ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 വർഷത്തോളം പോലീസുകാരെ എങ്ങനെയൊക്കെ തന്നെ അന്വേഷിച്ചിട്ടും അയാളിലോട്ട് എത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവസാനം ഈ ഒരു 2 കൊലപാതകങ്ങളുടെയും പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അയാളിപ്പോൾ ജയിലിലുമാണ്. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്.
അപ്പോൾ ഇതിൻ്റെ വിധി എന്ത് വരുമെന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.